ഗലാത്യർ 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലെ വിശകലനമാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ നാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിന്റെ ആദ്യഫലമായ സ്നേഹത്തെക്കുറിച്ച് നാം ഗ്രഹിപ്പാനിടയായി. ഇന്ന് ആത്മാവിന്റെ രണ്ടാം ഫലമായ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാം. ആത്മാവിന്റെ ഫലത്തിന്റെ പ്രകടമായ സന്തോഷമെന്നും ഉന്മേഷമെന്നും ആനന്ദമെന്നും എന്നുമൊക്കെ നിർവചിക്കപ്പെടുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണ് ബൈബിളിലെ സന്തോഷം. ദൈവം യാഥാർത്ഥ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതനാണെങ്കിൽ അവിടെ നിന്ന് അനുഭവിക്കുന്ന സന്തോഷം നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങും. ജീവിതം അതിന്റെ ലക്ഷ്യവും അതിന്റെ കാരണവും കണ്ടെത്തി എന്നതിന്റെ അടയാളമാണ് സന്തോഷം. ഈ സന്തോഷത്താൽ നാം നിറയുമ്പോൾ ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കപ്പുറം നാം കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. നമുക്കുള്ള ഏതൊരു യഥാർത്ഥ സന്തോഷത്തിന്റെ ഉറവിടവും കാരണവും ദൈവവും അവനുമായുള്ള നമ്മുടെ ബന്ധവുമാണ്. വാസ്തവത്തിൽ ഇത് ആത്മീയ ശക്തി നൽകുന്ന ഒരു അമാനുഷിക സന്തോഷമാണ്. ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനും അത് പൂർത്തീകരിക്കപ്പെടുന്നതിനുമായി നമ്മുടെ സന്തോഷങ്ങൾ ഉണ്ടാകണം. ഇത് ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കാത്ത സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആഴത്തിലുള്ള ബോധമാണ്. ദൈവത്തെ അറിയുന്നതിലും സേവിക്കുന്നതിലൂടെയും ലഭിക്കുന്ന അഗാധമായ ആനന്ദവുമാണത്. സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാനാണ് പൊതുവെ ആളുകൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ അവസാന കാലം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. എല്ലാവരും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. യഥാർത്ഥ സന്തോഷം എന്താണെന്നും പ്രശ്നങ്ങൾക്ക് മധ്യേയും ചിലർ എങ്ങനെയാണ് സന്തോഷം നിലനിർത്തിയിരിക്കുന്നതെന്നും മനസ്സിലാക്കണം. എന്താണ് സന്തോഷം? ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖവും കളിതമാശകളും സന്തോഷത്തിന്റെ ലക്ഷണമായിരിക്കണമെന്നില്ല. ഒരു ദൃഷ്ടാന്തം നമുക്ക് നോക്കാം. ഏറെ മദ്യമകത്ത് ചെന്നാൽ ചില കുടിയന്മാർ ചിരിയോട് ചിരിയായിരിക്കും. എന്നാൽ ലഹരി വിടുമ്പോൾ അവർ പിന്നെ അതുപോലെ ചിരിച്ചെന്ന് വരില്ല. പ്രശ്നങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങൾ അവരെ തുറച്ചു നോക്കിയേക്കാം. കുറച്ച് സമയത്തേക്കുള്ള അവരുടെ ആഹ്ലാദ പ്രകടനത്തെ സന്തോഷമെന്ന് വിളിക്കാനാകില്ല. നേരെ മറിച്ച് സന്തോഷം ഹൃദയത്തിന്റെ ഒരു ഗുണമാണ്. നന്മ കൈവരിക്കുകയോ അത് പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിന്നുളവാകുന്ന വികാരം എന്നാണ് അതിനെ നിർവചിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്കുള്ള ഒരു അവസ്ഥയാണ് സന്തോഷം. എന്തെങ്കിലും പ്രശ്നത്തെ കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഹൃദയത്തിൽ സന്തോഷം കാണും. ഉദാഹരണത്തിന് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചതിന് അപ്പോസ്തലന്മാർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. എന്നിട്ടും യേശുവിന്റെ പേരിന് വേണ്ടി അപമാനം സഹിക്കാൻ പദവി ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ സനഹ്രദോസിന്റെ മുന്നിൽ നിന്ന് പോയി. തങ്ങൾക്ക് കിട്ടിയ അടിയെക്കുറിച്ച് ഓർത്തില്ലായിരുന്നു അവർ സന്തോഷിച്ചത്. പകരം ദൈവദാസർ എന്ന നിലയിൽ ദൈവത്തോട് വിശ്വസ്തത പാലിച്ചു എന്നുള്ള കാര്യമാണ് അവർക്ക് യഥാർത്ഥ സന്തോഷം നൽകിയത്. അത്തരം സന്തോഷം നമുക്ക് ജന്മനാ കിട്ടുന്നതല്ല. അത് തന്നെത്താൻ വളർന്നു വരുന്നതുമല്ല. എന്തുകൊണ്ട്? കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗുണമാണ് സന്തോഷം. ദൈവാത്മാവിന്റെ സഹായത്തോടെ നമുക്ക് പുതിയ വ്യക്തിത്വം വളർത്തിയെടുക്കാനാകും. അതിൽ പെടുന്നതാണ് സന്തോഷം എന്ന ഗുണം. സന്തോഷം വളർത്തിയെടുക്കുമ്പോൾ ജീവിതത്തിലെ ഉത്കണ്ഠകളുമായി മല്ലിടാൻ നമുക്ക് കൂടുതൽ സജ്ജരായിരിക്കാം. ദൈവവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ വാസസ്ഥലത്ത് ബലവും ആനന്ദവും ഉണ്ട്. കൂടാതെ തന്റെ ദാസർ കൈവരിക്കുന്ന നല്ല കാര്യങ്ങളും യഹോവയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതേക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടാതിരുന്നത് കൊണ്ട് നമുക്ക് യഹോവയെ അനുകരിക്കാം. അതൊന്നും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. പരിശോധനകൾ ഉണ്ടായപ്പോഴും സന്തോഷം നിലനിർത്തിയ പലരെ കുറിച്ചും ബൈബിളിൽ കാണാൻ കഴിയും. അതിലൊരാളാണ് അബ്രഹാം. ജീവന് ഭീഷണിയായിരുന്ന സാഹചര്യങ്ങളും മറ്റുള്ളവർ വരുത്തിവെച്ച പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം നേരിട്ടു. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴും അദ്ദേഹം തന്റെ ഹൃദയ സന്തോഷം നിലനിർത്തി. ദൈവവുമായുള്ള ബന്ധം, അതിനേക്കാൾ നമുക്ക് സന്തോഷം തരുന്ന മറ്റെന്താണുള്ളത്? ഒന്ന് ചിന്തിക്കുക. പ്രപഞ്ചത്തിന്റെ പരമാധികാരിയെ നമുക്കറിയാം എന്നു മാത്രമല്ല, ആ വ്യക്തി നമ്മുടെ പിതാവാണ്, ദൈവമാണ്, നമ്മുടെ സ്നേഹിതനാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്. അതേസമയം ഇന്നുള്ള ഭൂരിപക്ഷം മനുഷ്യർക്കും ജീവിതത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് കൃത്യമായ അറിവില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന് വിഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ.
എന്നാൽ നമുക്ക് ദൈവം തന്റെ ആത്മാവിലൂടെ അവ വെളിപ്പെടുത്തിയിരിക്കുന്നു. യഹോവയുടെ ഇഷ്ടത്തെയും ഉപദേശത്തെയും കുറിച്ചുള്ള അറിവ് നമ്മളെ സന്തോഷഭരിതരാക്കുന്നില്ലേ? സന്തുഷ്ടനായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് തന്റെ സന്തോഷം നീ വർദ്ധിപ്പിക്കാൻ കഴിയുമോ? യേശു പറഞ്ഞു, എന്റെ അതേ സന്തോഷം നിങ്ങൾക്ക് ഞാൻ തരും, അത് ലോകം തരുന്നത് പോലെയല്ല. നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നല്ലേ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? തീ കൂടുതൽ ജ്വലിപ്പിക്കുന്നതിന് വിറകിട്ട് കൊടുക്കണം. അതുപോലെ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ ആത്മീയത വർദ്ധിപ്പിക്കണം. ഓർക്കുക, ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം ജ്വലിപ്പിക്കും. അതുകൊണ്ട് യഹോവയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനു വേണ്ടി പതിവായി അപേക്ഷിച്ചുകൊണ്ടും ദൈവാത്മാവിന്റെ പ്രചോദനത്തിൽ എഴുതിയ ദൈവവചനം പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചുകൊണ്ടും നമുക്ക് സന്തോഷം വർദ്ധിപ്പിക്കാനിടയാകും. ഇനി സന്തോഷം ഉള്ളവരായിരിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കേവലം സന്തോഷം എന്ന വികാരത്തേക്കാൾ കൂടുതൽ പ്രയോജനമുണ്ട്. ഉദാഹരണത്തിന്, എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുമ്പോൾ യഹോവയ്ക്ക് നമ്മിൽ കൂടുതൽ പ്രിയങ്കരമായി തീരും. കൂടാതെ യഥാർത്ഥ സന്തോഷമുള്ളത് കൊണ്ട് പണത്തിന് പുറകെ പരക്കം പായുന്നതിന് പകരം ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കൂടുതൽ ത്യാഗങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളായി നോക്കും. അതിന്റെ പ്രയോജനങ്ങൾ കാണുമ്പോൾ സന്തോഷം വർദ്ധിക്കും. നമുക്ക് വലിയ സംതൃപ്തി അനുഭവപ്പെടും. നമ്മുടെ ആ സന്തോഷം മറ്റുള്ളവരിലേക്കും പകരും. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ സന്തുഷ്ടനും സംതൃപ്തനുമാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ കൂടുതൽ ആരോഗ്യവാനായിരിക്കാൻ ഇടയുണ്ട്. സന്തോഷമുള്ള ഹൃദയം നല്ലൊരു മരുന്നാണ്. അതെ, നിങ്ങൾ സന്തോഷം വർദ്ധിപ്പിക്കുമ്പോൾ സാധ്യതയനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. നീതിമാൻ യഹോവയിൽ ആനന്ദിക്കും, അവൻ ദൈവത്തെ അഭയമാക്കുമെന്ന് സങ്കീർത്തനം 64:10 ഇങ്ങനെ പറയുന്നു. സമ്മർദ്ദങ്ങൾ നിറഞ്ഞ സമയമാണിതെങ്കിലും യഥാർത്ഥ സന്തോഷം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പ്രാർത്ഥനയിലൂടെയും യഹോവയുടെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെയും നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ വിശ്വാസം അനുകരിച്ചുകൊണ്ടും ഉത്സാഹത്തോടെ ദൈവേഷ്ടം ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷം വർദ്ധിപ്പിക്കാനിടയാകും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.